ഹായ് എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ലെറ്റർ ഹെഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ടെംപ്ലേറ്റ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് ടെംപ്ലേറ്റ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും ഏറ്റവും ഈസി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റർ ഹെഡിൻ്റെ ടെംപ്ലേറ്റ്സ് നമുക്ക് കിട്ടാനായിട്ട് ഇവിടെ സെർച്ച് ബാർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ലെറ്റർ ഹെഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സിസ്റ്റം മൈക്രോസോഫ്റ്റ് ഓഫീസ് ഓൺലൈനുമായിട്ട് നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഞാനിത് ഒരു ആക്ടിവേറ്റഡ് വിൻഡോസ് അല്ല യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിത് മൈക്രോസോഫ്റ്റ് ഓൺലൈനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിലും ഇതുപോലെ എന്തെങ്കിലും എററോ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ടെംപ്ലേറ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ജസ്റ്റ് ഗൂഗിൾ സെർച്ചിൽ പോയിട്ട് ലെറ്റർ ഹെഡ് ടെംപ്ലേറ്റ്സ് നമുക്ക് ഡോക്ക് ഫയലുള്ളത് അടിച്ചു നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറിയിട്ട് ടെംപ്ലേറ്റ്സ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നത്, ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് യോജിക്കുന്ന ടൈപ്പിലുള്ള ഒരു ടെംപ്ലേറ്റിന് നോക്കിയെടുത്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൽ നിങ്ങൾ നെസസറി എഡിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റ് ഫയലിൽ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ടെംപ്ലേറ്റ് ഇൻ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് അത് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിക്കാം. അപ്പോൾ ഞാനിത് ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്കിതിവിടെ ഡൗൺലോഡ് ആവുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇത് നമുക്കിനി ഓപ്പൺ ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ ടെംപ്ലേറ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ ഒരു ടെംപ്ലേറ്റിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫോണ്ടും കളറും സൈസും എല്ലാം മാറ്റണം എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റാവുന്നതാണ്. ഇതിൻ്റെ കളറും നമുക്ക് ഒരു പരിധി വരെ നമുക്കിതിൻ്റെ കളറും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ടൈപ്പ് ചെയ്ത് കാണിക്കുകയാണ്. സാധാരണ നമ്മൾ എങ്ങനെയാണോ ഒരു വേർഡ് ഡോക്യുമെൻ്റ് എഡിറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. പിന്നെ സൈസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സ്ട്രെച്ച് ചെയ്യാം. എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഫോണ്ടൊക്കെ കറക്റ്റ് ലെവലിൽ തന്നെ നിർത്താനായിട്ട് പറ്റും. ഇനി ഇത് നിങ്ങൾക്ക് PDF വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സേവ് ആസ് എന്നുള്ള ഓപ്ഷനിൽ PDF ഫയൽ ചൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിതിൻ്റെ ഫോണ്ടാണ് മാറ്റുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് സെലക്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇതിൻ്റെ ടെക്സ്റ്റ് ബോക്സ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ എന്തൊക്കെയാണ് കറക്ഷൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം ചെയ്യാവുന്നതാണ്.
ഇതിപ്പോൾ ഒരു ഓറഞ്ച് കളറിലുള്ളൊരു ടെംപ്ലേറ്റ് ആണ്. അതിനി മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കോൺട്രാസ്റ്റിൽ പോയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് പോയിട്ട് അതും ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ കളറ് മാറുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിൻ്റെ കളർ കോമ്പിനേഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഇവിടെ റീകളർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഗ്രേ സ്കെയിലായിട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടോ മാറ്റാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എല്ലാ എഡിറ്റ്സും ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എങ്ങനെയാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹോമിൽ പോയിട്ട് നമുക്കിത് ജസ്റ്റ് ഒരു പ്രിൻറ്റ് പ്രിവ്യൂ നോക്കാം. ഇതിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെയാണോ ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻറ്റ് പ്രിവ്യൂ വരുന്നത്.